നമസ്കാരം. വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്ന് വാർത്തകളിൽ മുഴുവൻ പി സി ജോർജും ജോർജിൻ്റെ മകൻ ഷോൺ ജോർജുമാണ് നിറഞ്ഞു നിൽക്കുന്നത്. അവരുടെ മുൻകാല വഴികളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഏറ്റവും ഒടുവിൽ സീറോ മലബാർ സഭയും സഭയുടെ പത്രമായ ദീപിക, പഴയ നസ്രാണി ദീപിക, ആ ദീപികയുമായി ഏറ്റുമുട്ടി നിൽക്കുകയാണ്. ഇവരുടെ ഇപ്പോഴത്തെ ഈ സ്ഥിതിയിൽ എന്തായിരിക്കും ഇനി അങ്ങോട്ടുള്ള പോക്ക്? സഭയ്ക്ക് വല്ല ദോഷം ഉണ്ടാകുമോ, അതോ ഇവർക്ക് സഭ കൊണ്ട് വല്ല ദോഷം ഉണ്ടാകുമോ? പി സി ജോർജ്, ഷോൺ ജോർജ്. പി സി ജോർജിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഏകദേശം ഒരു 3-3.5 പതിറ്റാണ്ടായിട്ട് എനിക്ക് ജോർജുമായിട്ട് അറിയാം. ഷോൺ ജോർജുമായിട്ട് അങ്ങനെ വലിയ അടുപ്പമൊന്നുമില്ല, എങ്കിലും ആളെ അറിയാം. പി സി ജോർജിനെ ഞാൻ വളരെ രാഷ്ട്രീയമായിട്ട് വളരെ അടുത്തു നിന്നും അകന്നു നിന്നും കണ്ടുള്ള വ്യക്തിയാണ്. രാഷ്ട്രീയത്തിലെ ഭിക്ഷാന്തേഹികളാണ് ഇവർ രണ്ടുപേരും വളരെ സ്വാർത്ഥമായ അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയത്തെ ഉപയോഗിക്കുന്നവരാണ്. എനിക്ക് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ജോർജ് നടത്തിയ പല നാടകങ്ങളുടെ അന്തർനാടകങ്ങളുടെയും കഥകൾ എനിക്കറിയാവുന്ന ഇവിടെ പറയുന്നതിനില്ല, പറയേണ്ട പ്രസക്തിയില്ല. പക്ഷേ ജോർജ് ഈ രാഷ്ട്രീയത്തിലും സമൂഹത്തിലുമൊക്കെ വരുത്തിയ ഡാമേജ് വളരെ വളരെ എനിക്കൊന്ന് കേരള രാഷ്ട്രീയത്തിൽ വളരെ കുറച്ച് പേർ അത്തരത്തിലുള്ള ഡാമേജ് വരുത്തിയിട്ടുള്ളൂ. വ്യക്തികളുടെ, നേതാക്കളുടെ, രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ അയഥാർത്ഥമായ ചിത്രങ്ങൾ വരച്ച് കാട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ അയഥാർത്ഥം അല്പയാഥാർത്ഥ്യം മാത്രമുള്ള ഏറെ അതിശയോക്തി കലർന്ന ചിത്രങ്ങൾ പകർത്തിക്കൊണ്ട് ജോർജ് നടത്തിയത് അത് വലിയ പോരാട്ടമായിട്ടും വലിയ ധീരമായ ചൂടുവെപ്പുകളായിട്ടും ഒരു കാലത്ത് ആളുകൾ കണ്ടിരുന്നു. ഇപ്പോൾ ആളുകളെല്ലാം തിരിച്ചറിഞ്ഞു. ഇപ്പോൾ പി സി ജോർജിനെ ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. അറിഞ്ഞുകൊണ്ട് കൂടെ നിൽക്കുന്നവരാണ് ഇപ്പോൾ കൂടെ ഉള്ളത്, അല്ലാതെ അറിയാതെ നിൽക്കുന്ന ആരും ഇന്നില്ല. പക്ഷേ ഒരു സമയത്ത് പി സി ജോർജിനെ അറിയാതെ പിന്തുണച്ച ഒത്തിരി ആളുകൾ പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലും കേരളത്തിലും ഉണ്ടായിരുന്നു. അക്കാലത്ത് പി സി ജോർജ് ടി വിയിൽ വന്നാൽ ജോർജ് എന്താണ് പറയുന്നതെന്ന് കാതോർത്തിരുന്നിരുന്നൊരു ജനത ഉണ്ടായിരുന്നു. ഇന്ന് ജോർജ് എങ്കിലും മനസ്സിലാക്കണമെന്ന്, ജോർജ് ചാനൽ വന്നിരിക്കുമ്പോഴാണ് ചാനൽ മാറ്റുന്ന, റിമോട്ട് ഉപയോഗിച്ച് ചാനൽ മാറ്റുന്ന കൈകളാണ് ഇന്ന് പി സി ജോർജിൻ്റെ മുന്നിലുള്ളത്. ജോർജ് കഴിവുള്ള വ്യക്തിയാണ്. ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് അതിലേറെ കഴിവുള്ള വ്യക്തിയാണ്. പക്ഷേ രണ്ടുപേരും അവരുടെ വിശ്വാസ്യത തകർത്തു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജോർജിൻ്റെ ഒരു ഗുണമുണ്ട്. ഗുണം മീൻസ് വേറൊന്നുമല്ല, ഒരു കള്ളം അത് സത്യമായി പറഞ്ഞ് ഗുണമല്ല, അല്ല, ഒരു മനുഷ്യനെ സംബന്ധിച്ച് ദോഷമാണ്. കള്ളം വളരെ ശരിയാണ്. കള്ളം അയാൾ സത്യമാണെന്ന് അയാൾ പറഞ്ഞ് പ്രതിഫലിപ്പിക്കും, നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. അതെല്ലാവർക്കും കിട്ടുന്ന ഒരു കഴിവല്ലത്. പുള്ളിക്കാരൻ അപാര കഴിവാണ് അത്. നമുക്ക് തന്നെ അറിയാം, പുള്ളി എന്തെല്ലാം കാര്യങ്ങൾ പുള്ളി പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സഭയെക്കുറിച്ച് അയാളാക്കിയത് ആ സഭയല്ലേ? അയാൾ പഠിച്ചത് ആ സഭയുടെ സ്കൂളുകളിലല്ലേ? അയാൾ പള്ളിയിൽ പോയി കുമ്പസാരിക്കുന്നതും കുർബാന കൊള്ളുന്നതും ശുശ്രൂഷ പങ്കെടുക്കുന്നതും ആ സഭയുടെ പള്ളിയിലല്ലേ? ഒരു തരത്തിൽ പറഞ്ഞാൽ അയാളുടെ കുടുംബം സഭയ്ക്ക് വേണ്ടപ്പെട്ടതും സഭയ്ക്ക് അവരുടെ കുടുംബവും പ്ലാന്തോട്ടത്തിലെ കുടുംബവും അവർക്ക് വേണ്ടപ്പെട്ടതുമാണ്. അവരുടെ കുടുംബത്തിലൊക്കെ ഒത്തിരി വൈദികരും കന്യാസ്ത്രീകളും ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ സഭയ്ക്കെതിരെയും മെത്രാന്മാർക്കെതിരെയൊക്കെ ചലിക്കും, അവർക്കെതിരെ പറയാൻ. ജോർജിനെ സംബന്ധിച്ച് സഭയ്ക്കെതിരെ മാത്രമല്ലല്ലോ, ആരൊക്കെ ഏതൊക്കെ പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നോ അവരെല്ലാം ചതിക്കുന്ന ഒരു അവസ്ഥയിലേ ഉണ്ടായിരുന്നു. അപകടത്തിലാക്കിയും വെട്ടിലാക്കിയും ചെയ്യുന്ന ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് സോളാർ കേസിൽ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ എത്ര ഭീകരമായ ആരോപണം ഉന്നയിച്ചത്. കേരളത്തിലെ കുറേ ജനങ്ങൾ അത് വിശ്വസിച്ചു പോയി. കാരണം ഭരണത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒരാൾ ഭരണം നടത്തുന്നതിനെതിരായിട്ട് പറയുമ്പോൾ ആരും വിശ്വസിക്കുമോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ പോലും അത് പുറത്തു പറയാൻ കൊള്ളാമോ? അല്ല, അങ്ങനെ അല്ലല്ലോ. ഉണ്ടെങ്കിൽ പുറത്തു പറയണം. കാരണം അത് തെറ്റാണോ? വ്യക്തിത്വമുള്ള ധാർമ്മികതയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരു തെറ്റ് സ്വന്തം ഭരണകക്ഷിക്കകത്തോ സ്വന്തം മുന്നണിയിലോ ഉണ്ടെങ്കിൽ പോലും പുറത്തു പറയണമെന്ന് എൻ്റെ അഭിപ്രായം. അതിനകത്തൊരു കാര്യം ഉണ്ടാക്കി പറയുന്നത് എത്ര വലിയ ക്രൂരതയാണ്. അതിനകത്ത് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. കർത്താവ് ഇന്ന് രാവിലെ ഞാൻ ഒരാള് വളരെ അപ്രതീക്ഷിതമായിട്ട്, എൻ്റെ പഴയൊരു സുഹൃത്താണ്, ആ സുഹൃത്ത് ഇന്ന് രാവിലെ എന്നെ വിളിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം ഈ പെന്തക്കോസ്തുകാരുടെ ഒരു വാർത്ത ചെയ്തിരുന്നു. അപ്പം പെന്തക്കോസ്ത് സഭയിൽ നടന്ന അടിയും ഒക്കെ അതിനെക്കുറിച്ച്. ഇന്ന് രാവിലെ
പിന്നെ ആ സുഹൃത്ത്, ഒരു സുഹൃത്ത് ഇവിടെ തിരുവനന്തപുരത്ത് സെക്രട്ടറി ജോലിയുള്ള ഒരു ഒരു ഉന്നത പദവിയിലിരിക്കുന്ന ഒരു സുഹൃത്താണ്. ആ സുഹൃത്ത് എന്നെ ഇന്ന് രാവിലെ വിളിച്ചിട്ട് കുറേ നേരം സംസാരിച്ചിട്ട് എന്നോട് ചില കാര്യങ്ങൾ എന്നോട് ചൂണ്ടിക്കാട്ടി. അപ്പോൾ എന്നോട് പറഞ്ഞത്, കർത്താവ് പിന്നെ ഒരു വേശ്യയെ ആളുകൾ വിചാരണ ചെയ്ത് കല്ലെറിയാനായിട്ടിരിക്കുമ്പോൾ കർത്താവ് അന്നേരം ചെയ്തുകൊണ്ടിരുന്നത്, അന്ന് അദ്ദേഹത്തിന് എഴുത്തും വായന അറിയാമായിരുന്നു. അദ്ദേഹം പൂഴിയിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് അദ്ദേഹം പറഞ്ഞത്, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്നാ പറഞ്ഞത്. അപ്പൊ അവിടെ അവരെ സംരക്ഷിക്കുകയാണ്, എന്നാൽ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും അവരെ സംരക്ഷിക്കുകയുമാണ് അവിടെ കർത്താവ് ചെയ്തത്. കർത്താവ് ഒരിക്കലും അവരെ പിന്നെ എന്നാ നിങ്ങൾ കല്ലെറിഞ്ഞ് ശിക്ഷിച്ചോ എന്നല്ല പറഞ്ഞത്. അവരത് കേട്ട് അവർ കല്ല് താഴെ ഇട്ടു. എന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ അവരോട് പറഞ്ഞു, രാജാവ് നഗ്നനാണെന്ന് ഒരു ബാലൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അന്നേരം അവരെന്നോട് പറഞ്ഞത്, രാജാവ് നഗ്നനാണെന്ന് ആ ബാലൻ വിളിച്ചു പറഞ്ഞു. അത് ആ ബാലൻ പൊതുസമൂഹത്തോടല്ല പറഞ്ഞത്, രാജാവിനോടാ പറഞ്ഞത്. രാജാവിന് സത്യം മനസ്സിലായി, ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തെ സത്യം ചൂണ്ടിക്കാണിച്ചു എന്ന് പറഞ്ഞതുപോലെ ജോർജിന് ഉമ്മൻചാണ്ടി സാർ അങ്ങനെ ഒരു പിന്നെ കാര്യം നടന്നു, ജോർജ് അത് കണ്ടിരുന്നുവെങ്കിൽ ഉമ്മൻചാണ്ടി സാറിനോട് പറയാം, അത് ലോകത്തോടല്ല വിളിച്ചു പറയേണ്ടത്. അത് ഉമ്മൻചാണ്ടി സാറിനെ സ്നേഹിക്കുകയും ഒരു ചർച്ചയ്ക്ക് പോലും വിധേയമാകേണ്ട കാര്യമില്ല. കണ്ടോ കണ്ടില്ലയോ, കാരണം ഇതെല്ലാം കള്ളമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. കള്ളമാണ്. ഞാൻ അപ്പുറത്തേക്കുള്ള വേറെ കാര്യമാണ് പറയുന്നത്. ജോർജ് ആദ്യം പറഞ്ഞതൊന്നുമല്ല. ജോർജ് ആദ്യം, ഞാനിതെല്ലാം കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്, കാരണം ഞാൻ ദിവസം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി. സാർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഞാൻ പുസ്തകം എഴുതിയിട്ടുണ്ട്, അത് പറയാം, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പുസ്തകത്തിനകത്ത് ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത്, അന്ന് ജോർജ് പറഞ്ഞൊരു 10,000 കോടി രൂപയുടെ അഴിമതിയാണ് സോളാർ കേസിന്റെ പിന്നിൽ ഇവിടെ നടന്നതെന്ന് ഭരണകക്ഷിയുടെ ഭാഗമായിട്ടുള്ള പ്രമുഖനായ ഒരു നേതാവ് ജോർജ് പറഞ്ഞു. 10,000 കോടി രൂപ ഇട്ട് 1 കോടി രൂപയുടെ, 1 കോടി രൂപ വേണ്ട, 1 ലക്ഷം രൂപയുടെ, 1 ലക്ഷം വേണ്ട, 10,000 രൂപയുടെ, 1000 രൂപയുടെ ഒരു അഴിമതിയെങ്കിലും ഈ സോളാർ കേസിന്റെ പേരിൽ സർക്കാർ നടത്തിയതായിട്ട് ജോർജിന് തെളിയിക്കാൻ കഴിഞ്ഞോ? ആർക്കെങ്കിലും തെളിയിക്കാൻ കഴിഞ്ഞു? അപ്പോൾ എത്ര വലിയൊരു നുണയാണ് സ്വന്തം കൂടെ നിൽക്കുന്ന ഭാഗമായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ എതിരായിട്ട്, അതിൻ്റെ മുഖ്യമന്ത്രിക്കെതിരായിട്ട്, ഗവൺമെൻറ്റിനെതിരായിട്ട് ജോർജ് പറയും. അത് മാത്രം മതിയല്ലോ ഒരാളെ വിലയിരുത്താനുണ്ട്. മറ്റേതൊക്കെ ചർച്ച ചെയ്യാൻ പോലും അർഹിക്കുന്ന ഒരു കാര്യമല്ല. പുള്ളി കണ്ടു കേട്ടു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, അതൊക്കെ ഏറ്റവും വ്യാജമാണെന്നും കള്ളമാണെന്നും തെളിയിക്കപ്പെട്ട കാര്യങ്ങൾ. പക്ഷേ നേരത്തെ പിന്നെ പറഞ്ഞപ്പോൾ ഒരു കാര്യം വളരെ സത്യമാണ്. ഇപ്പോൾ ജോർജ് ഇവിടെ ഇരിക്കുകയാണെന്ന് കരുതുക, ജോർജ് ഇരുന്നുകൊണ്ട് ഒരു കാര്യം വിശദീകരിക്കുകയാണെന്ന് കരുതുക, ജോർജ് പറയുന്നത് ശരിയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അത്ര തന്മയത്വത്തോടെ, ഇങ്ങനെ ഞാൻ ഒരാളെയും കണ്ടില്ല ഇത്ര തന്മയത്വത്തോടെ ഒരു കള്ളം പറയാൻ കഴിയുന്ന ഒരു വ്യക്തി. അതൊരു സത്യമാണ്. റെസ്പെക്ട്. എനിക്ക് ജോർജിന് ഇഷ്ടമുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. വിത്ത് ഓൾ റെസ്പെക്ട്, എനിക്ക് അദ്ദേഹത്തിന്റെ മകൻ ഷോൺ ജോർജ് ഭയങ്കര മിടുക്കനാണ്, കഴിവുള്ള ആൾ, എൻ്റെ നാട്ടുകാരനാണ്. ജോർജിനോട് എനിക്ക് ഷോൺ ജോർജിനോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഷോൺ വളരെ കഴിവുള്ളവനാണ്, മിടുക്കനാണ്. ഷോണിനോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഷോൺ പോകുന്ന വഴി ശരിയല്ല. ഷോണിന് ഇപ്പോഴും രാഷ്ട്രീയ ഭാവിയുണ്ട്. ജോർജിന്റെ രാഷ്ട്രീയം കഴിഞ്ഞു, ഷോണിന് ഇപ്പോഴും രാഷ്ട്രീയ ഭാവിയുണ്ട്. ഷോൺ ഇനിയെങ്കിലും ശരിയായ വഴിക്ക് നീങ്ങിയാൽ ഷോണിന് കേരളത്തിൽ രാഷ്ട്രീയത്തിൽ, പൊതുജീവിതത്തിൽ ഒരു സ്ഥാനമുണ്ട് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഇഷ്ടവുമാണ് ഷോണിനെ. പക്ഷേ ഷോണും സ്വയം തിരുത്താൻ കഴിയണം. ഇവിടെ ഈ പിന്നെ BJP-യുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചത്? ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയാണോ ഇവർ രണ്ടുപേരും കൂടെ ഇറങ്ങി തിരിച്ചത്? BJP-യെ പറഞ്ഞു ഇവർ രണ്ടുപേരോട് MLA-മാരായിട്ട് ജയിക്കുമെന്ന് കരുതിയാണോ? അല്ല. BJP-ക്ക് ഇവിടെ ഒരു വളർച്ച ഉണ്ടാക്കി കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് അതിൻ്റെ നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങളും സ്വന്തമാക്കാൻ ശ്രമിച്ചത്. ഇത് സത്യം, എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ആരെ പഠിപ്പിക്കാനാ? ഇന്ന് മാധ്യമം പത്രം ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനം സത്യം പറഞ്ഞാൽ ഞാൻ വായിച്ചപ്പം ഞാൻ പോലും അത്ഭുതപ്പെട്ടു. ജോർജിൻ്റെ പിന്നെ കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പും അതിനുശേഷം അതും മുസ്ലിം സമുദായത്തോട് എല്ലാം പറഞ്ഞിട്ടാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ. അത് വായിക്കുമ്പോൾ അത് വായിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ജോർജിനെ കുറിച്ച് മലയാളികൾക്ക്, കേരള സമൂഹത്തിന് പിന്നെ കംപ്ലീറ്റ് മനസ്സിലായ ഒരു കാര്യമാണ്. അത് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിനെയൊക്കെ ശരിവെക്കുന്ന രീതിയിലാണ് മാധ്യമങ്ങളിൽ വരുന്ന ഓരോരോ ജോർജിനെ കുറിച്ചൊക്കെ ഉള്ള പഴയ കാര്യങ്ങൾ നമ്മൾ അറിയാത്ത. ഇന്ന് മാധ്യമം പത്രത്തില് ബൈബിളിൽ തന്നെ കൂട്ടിയതാണ്. അതെ യോഹന്നാന്റെ വിശേഷം കോട്ട് ചെയ്താ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ അതൊക്കെ ഒരു മനുഷ്യനെ കുറിച്ച് ഒരു മനുഷ്യൻ ഇത്രയും അധപതിക്കാൻ പറ്റൂ? എത്രത്തോളം അധപതിക്കാൻ പറ്റും? ജോർജ് തന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല, നമ്മളാരും വിചാരിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ജോർജിന് ഇടക്കാലത്ത് ജോർജിന് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ കണ്ടിട്ട് വീട്ടിൽ കൊച്ചിനെ കളിപ്പിച്ചൊക്കെ ഇരുന്നതാ. വീണ്ടും ജോർജ് ഇങ്ങനെ സൂര്യൻ ഉദിക്കുന്ന രീതിയിലാണ് ഉദിച്ചു വരുന്നതെന്നൊക്കെയാണ് BJP-ക്കാർ പറഞ്ഞുകൊണ്ട് കിടന്നത്.
പക്ഷെ ഇപ്പം BJP-ക്കാർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. BJP-യിൽ തന്നെ ചിലർ ജോർജിനെ BJP-യിലേക്ക് എടുക്കുന്നതിനും സ്ഥാനാർത്ഥിയാക്കുന്നതിനൊക്കെ എതിരായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. പുതിയ ചില നേതൃത്വം വന്നപ്പോഴാണ് ഇതൊക്കെ മാറിയെന്നാണ് മനസ്സിലാകുന്നത്. അതെ. എന്തായാലും അവരുടെ തീരുമാനങ്ങളുടെ ഫലം അവർ തന്നെ കൊയ്യും, അത്രേ ഉള്ളൂ. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോഴത്തേന് അവർക്കത് മനസ്സിലാക്കും എങ്ങനെയാണ് എത്രയുണ്ടെന്ന്.